ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. കഴിഞ്ഞ ഒരു വർഷം നമ്മിൽ നിന്നും കടന്നുപോയി. 2020-21 വർഷം ലോക ജനതയെ ആകെ ഭീതിയിലാഴ്ത്തിയ ഒരു വൈറസ്. ആ വൈറസിന്റെ പേര് കൂട്ടുകാർക്കെല്ലാം അറിയാം. എന്താണ്? കൊറോണ വൈറസ് അല്ലേ? അതിനിപ്പോൾ ജനിതകമാറ്റം സംഭവിച്ച് ഇപ്പോൾ ആ വൈറസിന്റെ പേര് ഒമിക്രോൺ എന്നാണ് അല്ലേ? ഇപ്പോഴും ആ ഭയം നമ്മിൽ നിന്ന് മാറിയിട്ടില്ല കൂട്ടുകാരെ. എന്നാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അല്ലേ? ഈ വൈറസ് മൂലം അനേകർ ഇന്ന് ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിശയകരമായി ദൈവം നമ്മളെ ഇന്നയോളം നടത്തി. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നമുക്ക് സ്തുതി കരേറ്റാം. 2022 ഈ പുതിയ വർഷം ദൈവം സർവ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാജമായി ഒരുക്കിയിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രവിക്കുവാൻ ലഭിക്കുന്ന ഈ നല്ല അവസരം ഇത് കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പുതിയ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സിനായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം അവിടുന്ന് ഞങ്ങളെ ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ കാത്തതിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഈ പുതിയ വർഷം നന്മയുടെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി നീ ഞങ്ങൾക്ക് നൽകണമേ, തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ വചനം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കൂട്ടുകാർക്ക് കണ്ണുകളെ തുറക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പുതിയ പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വിവിധങ്ങളായ ഉദ്ദേശങ്ങളോട് കൂടിയാണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പഠിച്ച് വലിയവരാകണം, നല്ല ജോലി സമ്പാദിക്കണം, ധാരാളം പൈസ ഉണ്ടാക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു വിവാഹമൊക്കെ കഴിക്കണം അല്ലേ? പിന്നെ സുഖമായി അങ്ങ് ജീവിക്കണം. എന്നാൽ സ്വന്തം ജീവിതത്തേക്കാൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ, തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉറച്ചു നിന്ന് അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ പോരാടിയ, ദൈവഹിതപ്രകാരം ദൈവജനത്തെ നയിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. പാഠം 1, ആഴ്ച 1, ദാർശനികൻ. പാഠത്തിൻ്റെ പേര് ദാർശനികൻ എന്നാണ്. ആരാണ് ദാർശനികൻ? ദർശനം ഉള്ളവരാണ് ദാർശനികൻ. ദർശനം ലഭിച്ചവരാണ് ദാർശനികൻ. ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വളരെ ഉത്കണ്ഠയുള്ളവരാണ് ദാർശനികർ. അവർ എങ്ങനെയുള്ളവരാണ്? അവർ ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരാണ്. അത് മാത്രമല്ല, വിശ്വാസത്തിൽ മുന്നേറുന്നവരാണ്. ദൈവ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. ഈ പാഠത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഒരു രാജ്യത്തിൻ്റെ ധാർമ്മിക ആധ്യാത്മിക ഉന്നതിക്കും അതിൻ്റെ വളർച്ചയ്ക്കും ദൈവാത്മ പ്രേരിതരായ ദർശകരെ ആവശ്യമുണ്ട് എന്ന് അറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പാഠത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വേദഭാഗം യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. കൂട്ടുകാർ എല്ലാവരും ഈ വേദഭാഗം എടുത്ത് വായിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് നമുക്ക് എല്ലാ ഭാഗവും എല്ലാ വാക്യവും വായിക്കാൻ സമയം ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേദഭാഗം എല്ലാം വായിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം.
പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യെഹെസ്കേൽ ആര് എന്ന് നമുക്കറിയണം, അല്ലേ? അതിന് യെഹെസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണം. 1 മുതൽ 3 വരെ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യെഹോയാഖീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. ഇവിടെ യെഹെസ്കേൽ ആര് എന്ന് പറയുന്നുണ്ട്, അല്ലേ? യെഹെസ്കേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നതാണ്. എന്താണ്? ദൈവം ശക്തിപ്പെടുത്തുന്നു. BC 597 യെഹോയാഖീം രാജാവിനോട് കൂടെ 25-ാം വയസ്സിലാണ് ബാബേലിലേക്ക് ഈ യെഹെസ്കേൽ പ്രവാസിയായി പോകുന്നത്. കൂട്ടുകാർ ഓർക്കണം, എത്രാമത്തെ വയസ്സിലാണ്? 25-ാമത്തെ വയസ്സിൽ ഒരു പ്രവാസിയായി ബാബേലിൽ എത്തുകയാണ്. 30-ാമത്തെ വയസ്സിൽ ബാബേലിലെ കേബാർ നദീതീരത്ത് വെച്ച് യെഹെസ്കേലിന് ദർശനം ലഭിക്കുകയാണ്. ദൈവം അവനെ ആ ദർശനത്തിലൂടെ പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുക കൂട്ടുകാരോട്. കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചപ്പോഴും പ്രവാചകൻ ആരാണ് എന്ന് ഉള്ള ഒരു ചോദ്യം. ആരാണ് പ്രവാചകൻ? അപ്പോൾ പ്രവചന ശുശ്രൂഷയാണ് യെഹെസ്കേലിന് ദൈവം കൊടുക്കുന്നത്, അല്ലേ? ഒരു പ്രവാചകനായി തീരുകയാണ്. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്തു ചെയ്യുന്നവനാണ്? അത് ലോക നേതാക്കളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ വളരെ ധീരതയോടെ പറയുന്ന ആളാണ് പ്രവാചകൻ എന്ന് പറയുന്നത്, അല്ലേ? പാഠപശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ പാഠത്തിൻ്റെ പശ്ചാത്തലം ജനത്തിൻ്റെ പാപം മൂലം യെരുശലേം നശിക്കപ്പെടുകയും അവരെല്ലാം പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതായി തീരുകയാണ്. ഇന്ന് വായിച്ച ഭാഗവുമായുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയാൽ ശവത്തിന് തുല്യമായി മരിച്ച് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തിന് തുല്യമായി ഉപമിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം മരിച്ചു കിടക്കുന്ന അനുഭവത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് ദൈവം നിയോഗിച്ച വ്യക്തിയാണ് യെഹെസ്കേൽ പ്രവാചകൻ. അദ്ദേഹം ഒരു പുരോഹിതനും ആയിരുന്നു എന്നത് കൂട്ടുകാർ മറന്നുപോകരുത്. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് വരാം. യഹോവയുടെ കൈ യെഹെസ്കേലിൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അവസാനിക്കുന്നത് അവിടെ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു എന്നുള്ളതാണ്, അല്ലേ? 37-ാം അധ്യായമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. 37-ാം അധ്യായം 1ഉം 2ഉം വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ, ആ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. എൻ്റെ മേൽ എന്ന് പറയുമ്പോൾ ആരാ? യെഹെസ്കേലിൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കൂട്ടുകാർ ശ്രദ്ധിക്കണം, വലിയ ഒരു താഴ്വരയിൽ അവനെ കൊണ്ടുചെന്ന് നിർത്തുന്നു. അവിടെ എന്താണ്? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വര. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയും ഇരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നിട്ട് അവനെ ഒരു താഴ്വരയുടെ നടുവിൽ നിർത്തുകയാണ്. അവിടെ എന്താണ്? അസ്ഥികൾ ഉള്ള ഒരു താഴ്വര. 1ഉം 2ഉം അസ്ഥികളല്ല.
എണ്ണുവാൻ പാടില്ലാത്ത വിധം അനേക അസ്ഥികൾ, അല്ലേ? നോക്കിക്കേ, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായ ഒരു താഴ്വര. ഒരുപക്ഷെ ഒരു ഭയാനകമായ നിമിഷമാണ്, അല്ലേ? ഞാനോ നിങ്ങളോ ആണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ. ചുറ്റും അസ്ഥികൾ മാത്രം, ഒരു താഴ്വര, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, മറ്റാരും അവിടെ ഇല്ല, അല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെന്തുണ്ടാകും? ഭയമുണ്ടാകും. താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ പോലെ ഇസ്രായേലിൻ്റെ അവസ്ഥയായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ? നമുക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തു ചെയ്യും? കല്ലറയിൽ കൊണ്ടുചെന്ന് അടക്കും, അല്ലേ? അടക്കിക്കഴിഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? അതിലെ മാംസമെല്ലാം എന്തു ചെയ്യും? അതെല്ലാം പൊടിഞ്ഞു പോകും, അവസാനം അസ്ഥികൾ മാത്രമാകും, അല്ലേ? ഈ ഒരവസ്ഥയിലാണിപ്പോൾ, അസ്ഥികൾ മാത്രമുള്ളൊരു താഴ്വര, അല്ലേ? കൂട്ടുകാരെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? അസ്ഥികൾ ജീവിക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? എന്നാൽ നമുക്കൊരു വിശ്വാസമുണ്ട്, കർത്താവ് വീണ്ടും വരുമ്പോൾ എന്തു ചെയ്യും? തേജസ്സിൽ നമ്മളൊക്കെ എടുക്കപ്പെടുമെന്നൊക്കെ ഒരു പ്രത്യാശയും വിശ്വാസവും ഉണ്ടല്ലേ? എന്നാൽ ഈ അസ്ഥികൾ ജീവിക്കുമോ? അസ്ഥികൾ ജീവിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് ദൈവം യെഹെസ്കേലിനെ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതിലൂടെ യെഹെസ്കേലിനെ ദൈവം ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ കൂടി ശ്രമിക്കുകയാണ്. 37-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, കൂട്ടുകാർ എല്ലാ വാക്യവും വായിക്കണം, ആ ഭാഗം മുഴുവൻ വായിക്കണം. 5-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? അവിടെ പറയുകയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അസ്ഥികൾ ജീവിക്കുവാൻ എന്തു വരുത്തും? ശ്വാസം വരുത്തും, അല്ലേ? യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടാണിവിടെ, അല്ലേ? ദൈവിക കൽപ്പന യെഹെസ്കേൽ അനുസരിച്ചപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുവാണെന്നറിയാമോ കൂട്ടുകാരെ? അത്ഭുതം നടക്കുകയാണ്. എന്താണ് അത്ഭുതം? അതും അവിടെ പറയുന്നുണ്ട്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആ അത്ഭുതം പറയുന്നുണ്ട്. അതുകൂടെ വായിക്കാം, ആ ഭാഗം കൂടെ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ആരാ പറയുന്നത്? യെഹെസ്കേൽ. യെഹെസ്കേൽ പറയുകയാണ്, ഞാൻ എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും ഞാൻ കണ്ടു. നോക്കി, എത്ര വലിയ അത്ഭുതമാണ് നടക്കുന്നത്. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചു, വീണ്ടും കൽപ്പിച്ചു ദൈവം. എന്താ കൽപ്പിച്ചത്? കാറ്റിനോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ഊതിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 10-ാം വാക്യത്തിൽ പറയുന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാന വാക്യം. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. കൂട്ടുകാരെ, ദൈവിക കൽപ്പന യെഹെസ്കേൽ അനുസരിച്ചപ്പോൾ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. എന്താണ് അത്ഭുതം? ഇപ്പോൾ അവസാനം വായിച്ച വാക്യമാണ്, അവർ ജീവിച്ചു. ആര്? അസ്ഥികൾ. അസ്ഥികൾ ജീവിക്കുന്നു, ഏറ്റവും വലിയൊരു സൈന്യമായി നിവർന്നു നിൽക്കുന്നു. ഇവിടെ യെഹെസ്കേലിലൂടെ ദൈവം നശിച്ചുപോയ ഒരു ജനതയെ ജീവിപ്പിച്ച് ഒരു രാജ്യമാക്കി തീർക്കുകയാണ്. എത്ര വലിയ അത്ഭുതമാണല്ലേ കൂട്ടുകാരെ! യെഹെസ്കേൽ പ്രവാചകനിലൂടെ ഒരു വലിയ അത്ഭുതം ദൈവം സാധ്യമാക്കുകയാണ്. ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യനെ വിളിക്കുന്നു, വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
ദൈവവിളി കേൾക്കുവാൻ, ദൈവിക പദ്ധതി തിരിച്ചറിയുവാൻ, ദൈവിക ദർശനം മനസ്സിലാക്കുവാൻ, ദൈവ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവിക ദൗത്യം ഏറ്റെടുക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? ആർ യു റെഡി? വിഷനാണ് മിഷനിലേക്ക് നയിക്കുന്നത്. കൂട്ടുകാരെ, ദർശനമാണ് ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് എഹെസ്കേലിനെ പോലെ നമുക്കും ആയിത്തീരാൻ സാധിക്കുമോ? ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ദൈവം അതാ ഉദ്ദേശിക്കുന്നത്. ദൈവവിളി കേൾക്കണം, ദൈവ കൽപ്പന പ്രമാണിക്കണം, ദൈവ വഴിയെ സഞ്ചരിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആയിത്തീരണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം എന്താണ്? ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ എൻ്റെ തീരുമാനം എന്താണ്? എൻ്റെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കും. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയും. ദൈവ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും. ദൈവഹിതം ഞാൻ നിറവേറ്റും. സാധിക്കുമോ? നമുക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. എൻ്റെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കും. പിന്നെ ദൈവിക വഴിയിൽ ഞാൻ സഞ്ചരിക്കും. ദൈവഹിതം ഞാൻ തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിൽ എന്നെ സമർപ്പിക്കും. അതിന് ഇന്നത്തെ ക്ലാസ്സിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്ക് 2 വാക്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഒന്ന് പാഠം 1 ആഴ്ച 1 ആ പാഠത്തിലെ വാക്യമാണ്. മനപ്പാഠം സദൃശ്യ വാക്യങ്ങൾ 29-ന്റെ 18-ാമത്തെ വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 29-ന്റെ 18. ആ വാക്യം ഞാനൊന്ന് പറയാം. വെളിപ്പാട് ഇല്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ഒന്നുകൂടെ ഞാൻ പറയാം. വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ചെറിയ വാക്യമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ബാലവപ്പിലൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കൊച്ചു വാക്യം പോലെ ഇരിക്കുന്നു മധ്യവപ്പുകാർക്കല്ലേ. അപ്പോൾ ഇത് പഠിക്കണം, നിങ്ങൾ കാണാതെ പഠിക്കണം. കൂടാതെ ഒരു വാക്യം കൂടെ ഉണ്ട്. പാഠം 1 ആഴ്ച 2 അല്ലേ? സങ്കീർത്തനങ്ങൾ 33-ന്റെ 11-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 33-ന്റെ 11. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. യഹസ്കേലിനെ പോലെ എന്നേക്കാൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി, ദൈവഹിതം നിറവേറ്റുന്നവരായി നാം ആയിരിക്കുന്ന ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പാം, പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, യഹസ്കേലിനെ പോലെ എൻ്റെ താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ വില കൽപ്പിക്കുവാനും ഞാനായിരിക്കുന്ന എൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽപ്പാനും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക ദൗത്യത്തിനായി നിലകൊള്ളുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.